നാടകം. അണ്ണാച്ചി പിന്നവാ നാടക രചന ഓന്തുണ്ണി ഓച്ചന്തുരുത്ത്. ഗതാഗതം ഓച്ചന്തുരുത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗ് പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം ഓച്ചന്തുരുത്ത്, അതായത് ഈ ഞാൻ. അടി നാടകം ആരംഭിക്കുന്നു. മുതലാളി രംഗത്ത് മുതലാളി എന്ന ചുമന്ന നീ എന്നെ ചുമന്നോടുപ്പ് തള്ളി വിടാണികൾ. അങ്ങോട്ട് പക്ഷെ അങ്ങോട്ട് പോ. ഡയലോഗ് ഓർമ്മയില്ല, ഒന്നും തെറ്റിക്കരുത്. ചിരിക്കുന്നു. അയ്യോ, പഴപുഴിയെ തിരിയിരിക്കാനല്ല, അട്ടഹസിക്കുന്നു. എന്തോ അട്ട 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 അട്ടഹസിക്കാൻ അതിവിടെ പറഞ്ഞാണ്. ഉല്ലാസൻ ഫോട്ടോ എടുക്കാനില്ല, സ്റ്റില്ല അനങ്ങാതെ മകള് വരുന്നു. മകള് ഞാനാ എല്ലാം നീയാണ്. മകള് വാ കൂടങ്ങി അച്ഛനാണ്. പെണ്ണ് 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 കല്ല് വിടാൻ രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. 3 ആഴ്ച പറയാൻ രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് എന്നാണ് പുച്ഛം? എങ്ങനെയത്? 3 വർഷം മുമ്പ് ഇവിടെ ജോലിക്കുന്നില്ല. ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാർമിക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എടാ ഒന്ന് ആവേശത്തിൽ മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. മാന്യന്മാരെ നിനക്കൊരു ഫാഷനല്ലേടി, നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ വീണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന കരികിലേക്ക് ഓടിയാണെന്ന് മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? മുതലാളി മാത്രം നിന്നാ മതി, മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരും. മുതലാളി വെളി കേൾക്കുന്നു. ാരെയൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണം. ഓ ആൽഫ്രഡ് ഡിസ്ട്രിക്ട് ഡിസൂസ. ആൽഫ്രഡ് ഡിസ്ട്രിക്ട് ഡിസൂസ. ഇത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞേ. ഗോപി അല്ല, വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലിക്ക് നിന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട,
നിന്ന് അത്തക മുത്തല് ദുഷ്ട അത്തക രസിക്കുന്നോടാ ദുഷ്ട ഇത് ആ പറഞ്ഞത് രസിക്കുന്നോടാ ദുഷ്ട ചാടി വീഴുന്നു ചാടി വീഴുന്നു ചാടി വീഴണം ചാടുന്നു വീഴുന്നു ചാടുന്നു വീഴുന്നു മനുഷ്യനെ കുത്തിപ്പിടിക്കുന്നു അമ്മേ എന്റെ ദൈവമേ അയ്യോ ഞാൻ നോക്കൂല ഇവൻ നോക്കട്ടെ നോക്കത്തില്ല നാടകം പൊളിപ്പോയി ഞാൻ കൊണ്ടുതരാം ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാന്ന് ആര് കണ്ടിട്ടില്ല വെടിവെക്കും അവനാ മരിച്ചു വീഴുന്നു അയ്യോ നീ മരിച്ചുവിടാ ഞാൻ മരിച്ചുവിടാ ആ ചിരിക്കുന്നു മുതലാളി ചോദിക്കുന്നത് എന്റെ പൊന്നുമകളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് അത് ചോദിക്കാമെന്ന് എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് വന്ന ദുഷ്ട നീ നശിച്ചു. എന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ അവിടെ പോയി ഇവിടെ അവിടെ മരുന്ന് ഉറുമ്പാണ് ഞാൻ ഇങ്ങോട്ട് മാറി ഉറുമ്പകടിയെ സഹിക്ക വയ്യാതെ ഇവിടെ നിന്ന് മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട നീ നശിച്ചു പോകും. എങ്ങനെ സൗവർണികേ പെങ്ങളെ സൗവർണികേ വേണ്ട വേണ്ട പെങ്ങളെ സൗവർണികേ നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നീ ഒരു ഗർഭിണിയായി കാണുക എന്തെന്നാണ് ഈ പറയാം കുടുംബിനിയായി കാണുക പറയാൻ പോലെ ഇതെങ്ങനെ സംഭവിച്ചു? ഒരു തണുത്തും മരവിച്ച കാലത്ത് രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതേ അരുതേന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല. ഞാൻ പറഞ്ഞില്ല. എന്റെ പൊന്ന് പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ. ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എനിക്കൊരു സംശയം. സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം?